ഹലോ ഗായ്സ്, എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ഫയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇതാ തിരിച്ചെത്തി. അവസാനം ഞാൻ സൂപ്പർ കപ്പ് തോൽവിയിൽ ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ചാനലിൽ വീഡിയോ ഇടുന്നത്. ഇതാ നാളെ ഫെബ്രുവരി 14 കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ കൊൽക്കത്ത മത്സരം, ഇന്ത്യൻ എൽ ക്ലാസിക്കോ വരികയാണ് നാളെ. അതിന് മുന്നേ ഈ സീസൺ പ്രിവ്യൂ ആണ്. നാളെ ഞാൻ മാച്ച് പ്രിവ്യൂ ഇടും. അതായത് ഇന്നിപ്പോൾ സീസൺ പ്രിവ്യൂ ഞാൻ ചെയ്യുന്നുള്ളൂ, കാരണം നാളെ ആകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ലൈനപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ ഇട്ടാളാം. പിന്നെ എനിക്ക് നാളെ കുറച്ച് പണിയുണ്ട്, എന്നാലും ഞാൻ മാക്സിമം വീഡിയോ ഇട്ടാൻ ശ്രമിക്കാം. ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ വെക്കേണ്ടതുണ്ടോ ചോദിച്ചാൽ നഹി എന്നാണ് എൻ്റെ ഉത്തരം. വേണ്ട അവനെ, വേണ്ട. അമിത പ്രതീക്ഷ പാടില്ല. കാരണം അമിത പ്രതീക്ഷയല്ല, നമ്മൾ ഇച്ചിരി പ്രതീക്ഷ പോലും വെക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചാറ്റർജി പോലും പറഞ്ഞു, നമ്മളെ അണ്ണൻ ചാറ്റർജി ഒക്കെ പറയുന്നത് എന്താ വെച്ചാൽ, ഇതൊരു സർവൈവൽ സീസണാണ്. അതായത് നമുക്കിതിൽ എവിടെ എത്തിയെന്നോ ഇതിൻ്റെ റിസൾട്ടുകളൊന്നും ഒരു കാരണവശാലും ആവശ്യമില്ല. കിട്ടിയാൽ പോയി എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അൺസർട്ടീനിറ്റി ആയിരുന്നു അല്ലേ. പിന്നെ ഫോറിൻ പ്ലേയേഴ്സൊക്കെ പോയി. ഇപ്പം ഫോറിൻ പ്ലേയേഴ്സൊക്കെ അഡ്വാൻസ് ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു 10 മത്സരം കഴിഞ്ഞ് മൊത്തം നാറും. എന്തായാലും മോഹൻ ബഗാനായിട്ടാണ് ഫസ്റ്റത്തെ കളി. മോഹൻ ബഗാനായിട്ടുള്ള കളീൻ്റെ അവസ്ഥ ഞാൻ പറയുന്നില്ല. എന്തായാലും മുംബൈയൊക്കെ ആയിട്ടുള്ള അവസ്ഥ കണ്ട് പിന്നെന്തുവാ, നമ്മൾ അമേയൊക്കെ പോയി, അമേർ റാൻവാടെ ചങ്ങായിയൊക്കെ പോയി മോഹൻ ബഗാനിലേക്ക്. ആ പുള്ളീനെയൊക്കെ നമുക്ക് സൂപ്പർ കപ്പിലൊക്കെ ഇറക്കിയിരുന്നെങ്കിൽ കളിയുടെ റിസൾട്ട് തന്നെ മാറിയിരുന്നു എന്നുള്ളതാണ്. ആ സന്ദീപ് ഇറക്കിയ കോച്ചിനെ ഞാൻ ആദ്യം തല്ലും. എന്നാലും കോച്ചിന് ഇതൊരു ചലഞ്ച് തന്നെയാണ്. കോച്ചിൻ്റെ മേലെ ഒരു പ്രഷറുണ്ട്. തീർച്ചയായിട്ടും ടീമിൻ്റെ മേലെ ചെറിയൊരു പ്രഷർ. കോച്ചിൻ്റെ മേലെ ഹൈ പ്രഷറുണ്ട്. കാരണം കോച്ചിന് 2 സൂപ്പർ കപ്പ് കിട്ടി, പുള്ളി ഒന്നും ചെയ്തില്ല എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത്. പിന്നെന്തുവാ, നമ്മൾ ഒരുപാട് 2-3 ഫോറിൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട്. 2-3 അല്ല, 4 ഫോറിൻ പ്ലേയേഴ്സ്, 4 5. ഒന്ന് നമ്മളെ സെൻട്രൽ ബാക്ക് താരം ഒമർ പാപ്പ, അങ്ങനത്തെ പേര് ഞാനങ്ങനെ തെറ്റിച്ചൊക്കെ പറയും, എനിക്ക് വരുമ്പോൾ പേരൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് നമ്മളുടെ ഒരു മത്യാസ് ഹെർണാണ്ടസ് ഉണ്ട്, പിന്നെ ഒരു മാർലോൺ റോസ് ഉണ്ട്, പിന്നെ ഒരു കെവിൻ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങായിയുണ്ട്, കെവിൻ യോക്ക്. പിന്നെന്താ വിക്ടർ ഉണ്ട് നമ്മുടെ സ്ട്രൈക്കർ പൊസിഷനിൽ. ഇവരൊക്കെയാണ് നമ്മൾ ഫോറിൻ പ്ലേയേഴ്സ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം, മനസ്സിലാക്കിയോ, നിങ്ങൾ ആദ്യം ഓർത്ത് വെച്ചോ, പ്ലേ ഓഫ് ഒന്നും ഇല്ല. ടേബിൾ ടോപ്പായാലേ ജയിക്കാൻ പറ്റുള്ളൂ. നമ്മളെക്കൊണ്ട് അത് കൂട്ടിയാൽ കൂടില്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 5ാം സ്ഥാനം, അല്ലെങ്കിൽ കൂടിപ്പോയൊരു 7ാം സ്ഥാനം, മനസ്സിലായി, കുറഞ്ഞൊരു 7ാം സ്ഥാനം അല്ലെങ്കിൽ 5ാം സ്ഥാനം, ആ ലെവലിലേ നിൽക്കുള്ളൂ. നമ്മളെന്തായാലും തുടക്കത്തിൽ നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സ് ഒന്നും ക്ലിക്കാവാൻ പോകുന്നില്ല. കാരണം ഇവരൊക്കെ കുറേ കാലത്തിന് ശേഷം ഫുട്ബോൾ കളിക്കാൻ വരുന്നവരാണ്. ഒരു 4 മാസമൊക്കെ ബ്രേക്ക് എടുത്ത ആൾക്കാരാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ മായാജാലം കാണിച്ചൊന്ന് കയറട്ടെ. നമ്മൾ ടേബിളിന് വേണ്ടി ലീഗ് പോയിൻറ്റ്, ആ ഒരു കപ്പിന് വേണ്ടി ഒരു റണ്ണെന്തെങ്കിലും നടത്തിയാൽ മതി, നമ്മൾ ഹാപ്പിയാണ്. ഒരു 5ഓ 7ഓ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരിക്കലും 1ാം സ്ഥാനം എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ടീമാണ്. ഞാൻ ഒരു പ്രതീക്ഷ പോലും എനിക്ക് മോഹൻ ബഗാൻ മാച്ചിൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. നമ്മൾ ജയിക്കുകയാണെങ്കിൽ, ആസ് എ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ, ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് എത്ര തോൽക്കും നമ്മൾ വിശ്വസിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു വിജയത്തിൻ്റെ ഒരു തരി ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ്. ഞാനിതിൽ ചാമ്പ്യൻ ആവുമെന്നൊന്നും വിചാരിക്കുന്നില്ല. ഒരു പ്രതീക്ഷയില്ല. അത് തുടങ്ങുന്ന സീസണാണ്. ഇനി എന്തെങ്കിലും അത്ഭുതം കാണിച്ച് നമ്മൾ കപ്പടിക്കട്ടെ എന്നേ പറയാനുള്ളൂ. ബൈ ഗൈസ്, ബൈ. അടുത്ത വീഡിയോ കാണാം. നാളെ പ്രീവ്യൂ ഉണ്ടാവും. ബൈ.